മലയാള സിനിമയിലെ മഹാനടൻ മധുവിൻ്റെ അച്ഛനും ഞാനും തമ്മിൽ പിണങ്ങി. പിന്നീട് ഞങ്ങൾ ലോഹിക്കാരായി. മധുവിനെപ്പറ്റി ദീപിക പത്രത്തിൽ അദ്ദേഹത്തിന് അടുത്ത മാസം 23 93 വയസ്സാകുന്നു. അതോടൊപ്പം തന്നെ ഓണത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, ആ മഹാനടൻ്റെ എല്ലാ വിവരങ്ങളും ആ പത്രത്തിൽ സൺഡേ സപ്ലിമെൻ്റിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതാവിനെപ്പറ്റി ഞാൻ ഓർമ്മ വയ്ക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ PR പരമേശ്വരൻ പിള്ള തിരുവനന്തപുരം നഗരസഭയുടെ മേയറായിരുന്നു. അന്ന് തിരുവനന്തപുരം ലോ അക്കാഡമിയിലൊക്കെ LLB എല്ലാം കഴിഞ്ഞ് ഞാൻ സബ് ഇൻസ്പെക്ടറായി. 2ാമത്തെ 3ാമത്തെ പോസ്റ്റിൽ ഞാൻ മെഡിക്കൽ കോളേജ് സബ് ഇൻസ്പെക്ടറാണ്. 25-26 വയസ്സേ ഉള്ളൂ, ചെറുപ്പമാണ്. ആ സമയ കാലഘട്ടത്തിൽ അന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പല സ്ഥലത്തും ഞാനും പോലീസുകാരും പകലും രാത്രിയിലൊക്കെ സൈക്കിളിൽ റോന്ത് ചുറ്റും, വണ്ടിയിലല്ല. അന്ന് ക്രിമിനൽസ് ധാരാളം ഉള്ളൂർ ഭാഗത്തും പുലനാക്കോഴ പാട്ടും ശ്രീകാര്യത്തും ഒക്കെ ഉണ്ട്. ഇന്ന് ശ്രീകാര്യം പ്രത്യേക പോലീസ് സ്റ്റേഷനോ. ആ കാലഘട്ടത്തിൽ ഒരു ദിവസം ഞാനും 2-3 പോലീസുകാരും സൈക്കിളിൽ മെഡിക്കൽ കോളേജിൻ്റെ അകം മുഴുവൻ ചവിട്ടി നടന്ന് ഉള്ളൂർ ഭാഗത്തൊക്കെ പോയി. മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ അന്ന് വന്നപ്പം അവിടെ ടാക്സിക്കാർ ധാരാളമുണ്ട്. അവിടെ വെച്ച് ഒരു അംബാസഡർ കാറ് അതിശീഘ്രമായിട്ട് വന്ന് എന്നെ ഇടിക്കാൻ പോയി. ഞാൻ വിചാരിച്ചു ഞാൻ തകർന്നെന്ന്. എന്തായാലും പെട്ടെന്ന് ആൾക്കാരെല്ലാം ആ വണ്ടി തടഞ്ഞു. പോലീസുകാരും ഞാനും കൂടി അയാളെ തൊട്ടടുത്തുള്ള എൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അംബാസഡർ കാറ് അവിടെ കയറ്റിയിട്ടു. അതിനുശേഷം ഞാൻ ഈ ഡ്രൈവറെ വിളിച്ചു. ആദ്യം ഒരടിയാണ് കൊടുത്തത്. എന്നിട്ട് അയാളെ പോലീസ് സ്റ്റേഷനകത്ത് നിർത്തി. ഏതായാലും രാവിലത്തെ തിരക്ക് ഒക്കെ ആയിട്ടിങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം പോലീസ് സ്റ്റേഷൻ സാധാരണഗതിയിൽ എൻ്റെ ഗുരുതുല്യനായ ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രീകാര്യത്തിനടുത്ത് എവിടെയാണ് താമസിക്കുന്നത്, സുകുമാരൻ നായർ. അദ്ദേഹം എൻ്റെ ചെവി പറഞ്ഞു, സാറേ, ഈ ഡ്രൈവർ ഇപ്പം പറയുന്നു അയാൾക്ക് എയർപോർട്ടിൽ പോകണം. അത് മേയറുടെ കാറാണ്, മധുവിൻ്റെ അച്ഛനാണ്. മേയർ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. കാറുമായിട്ട് ഞാൻ ധൃതിയിൽ പോയതാണ്, ഓവർ സ്പീഡ് വരാൻ കാരണം. മധുവിൻ്റെ അച്ഛനല്ലേ? ഞാൻ ഇയാളെ, ശരി, താനൊരു കാര്യം ചെയ്യും, മധുവിൻ്റെ അച്ഛനെ എയർപോർട്ടിൽ നിന്ന് കണ്ണമ്മൂലെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നേരെ എൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞു വിട്ടു. പോലീസ് സ്റ്റേഷനിലെ ജോലികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പം ഒരു കാർ അതിവേഗത്തിൽ വന്ന് പോലീസ് സ്റ്റേഷൻ്റെ അകത്തോട്ട് സെൻട്രിയുടെ അടുത്ത് കൊണ്ട് ചേർത്ത് നിർത്തി. എനിക്കത് ഒട്ടും പിടിച്ചില്ല. എനിക്ക് ജനലിൽ കൂടെ കാണാം. അതിന് ആചാനുബാഹുവായ ഒരാൾ, കതർ ഷോളൊക്കെ ഇട്ട് പ്രായമുള്ള ഒരാൾ സെൻട്രിയോട് ചോദിക്കാതെ നേരെ ഡോറ് തുറന്ന് അകത്തോട്ട് കയറി. അദ്ദേഹം, ഞാനപ്പോൾ എൻ്റെ സീറ്റിലിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം, നീ എൻ്റെ ഡ്രൈവറെ അടിക്കുമോടാ എന്നാണ് ചോദിച്ചത്. ഞാൻ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അന്നേരം എൻ്റെ അഡീഷണൽ SI പ്രായമുള്ള ഒരാളാണ്, തിരുവനന്തപുരം നഗരത്തിൽ പല സ്ഥലത്ത് ഇരുന്ന ആളാണ്. അദ്ദേഹം പെട്ടെന്ന് ചാടി എഴുതിയിട്ട് എന്നെ വട്ടം കയറി പിടിച്ചു. നീ എൻ്റെ ഡ്രൈവറെ അടിക്കുമോ എടാന്നാണ് വിളിച്ചത്. ഞാൻ സാധാരണ പെട്ടെന്ന് പ്രതികരിക്കും. അത് SI, എൻ്റെ അഡീഷണൽ SIക്കും അറിയാം, പോലീസുകാർക്കൊക്കെ അറിയാം. പക്ഷേ അദ്ദേഹം എന്നെ വട്ടം കയറി പിടിച്ചു. ഏതായാലും മധുവിൻ്റെ പിതാവും ഞെട്ടിപ്പോയി, പേടിച്ചുപോയി. കാരണം അദ്ദേഹം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് തിരുവനന്തപുരത്തെ മേയറായിരുന്നെന്നും മധുവിൻ്റെ പിതാവായിരുന്നെന്നും ധാരാളം കണ്ണമൂല ഭാഗത്തുമൊക്കെ ധാരാളം സ്വത്തിന് ഉടമയാണെന്നും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണെന്നും ഞാൻ കാണിച്ചത് വിവരക്കേടാണ് എന്ന് എനിക്ക് പിന്നീട് തോന്നി. പോലീസ് സ്റ്റേഷനകത്ത് കയറി ഇത്തരം ധൈര്യസമേതത്തിന് ഒരാളെ കയറി, ഒരു ഓഫീസറെ കയറി എടാന്ന് വിളിച്ച്, അന്നത്തെ കാലം. ഞാൻ എന്തായാലും അഡീഷണൽ SI എന്നെ വട്ടം കയറി പിടിച്ചതുകൊണ്ട് ഒന്നും ചെയ്തില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, മധുവിൻ്റെ അച്ഛനാണ് എന്ന് ചെവി പറഞ്ഞു.
ഞാൻ ഇദ്ദേഹത്തിനെ പിടിച്ച് അകത്ത് മുറിയിൽ കൊണ്ടുപോയി നിർത്തി. ഒരു ട്രസ്പാസിന് കേസെടുക്കും, അതാണ് എൻ്റെ മനസ്സിൽ. ഞാൻ സ്വന്തമായിട്ടാണ് കേസെടുക്കുന്നത്, എൻ്റെ കയ്യക്ഷത്തിലാണ് കേസെടുക്കുന്നത്. പോലീസുകാരുടെ സഹായം അന്നും ആവശ്യമില്ല. അന്ന് GD എഴുതി, അതുപോലെ തന്നെ FIR അതിനെ തയ്യാറാക്കും. അന്ന് കാർബൺ കോപ്പി വെച്ചിട്ടാണ് FIR തയ്യാറാക്കുന്നത്. അതിനൊക്കെ എടുത്ത് പേപ്പർ എടുത്ത് വെച്ചു. അപ്പോൾ സുകുമാരൻ നായർ എൻ്റെ ഗുരുതുല്യനായ അവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിളാണ്. എല്ലാവരും ബഹുമാനിക്കുന്നൊരു ഹെഡ് കോൺസ്റ്റബിൾ, നല്ല വിവരമുള്ള ഒരാളാണ്. സുകുമാരൻ നായർ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ കുഞ്ഞേ എന്നാണ് വിളിക്കുന്നത്. ഞാൻ കൊച്ചു ചെറുക്കം 10-25 വയസ്സുള്ള ആളാണ്. കുഞ്ഞേ, മധുവിൻ്റെ പിതാവാണ്, അത് പ്രശ്നമാവും, കാരണം അദ്ദേഹത്തിനെതിരായിട്ട് കേസ് എടുക്കണ്ട, ഞാൻ സ്വന്തമായിട്ട് അങ്ങ് എടുക്കുമെന്നറിയാം. അത് തന്നെയല്ല, അങ്ങനെ ഒരു കേസെടുത്താൽ ചിലപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാം, പക്ഷേ സാറിനൊരു സസ്പെൻഷനോടെ പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ സ്വാധീനം, മധുവിൻ്റെ സ്വാധീനം. അത് തിരുവനന്തപുരം നഗരത്തിലെ മേയറായിരുന്നു, എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. അയാളെ ഞാൻ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ക്ഷീണം, അതോടൊപ്പം തന്നെ എനിക്കൊരു സസ്പെൻഷനും വരും. ഞാൻ ഒന്ന് ആലോചിച്ചു. ഗുരുതുല്യനായ സുകുമാരൻ നായർ പറഞ്ഞ വാക്ക് കേട്ടു. ഞാൻ പറഞ്ഞു, ശരി, കേസെടുക്കുന്നില്ല തൽക്കാലം എന്ന് പറഞ്ഞ് ഞാൻ FIRൻ്റെ ഇതെല്ലാം കോപ്പിയൊക്കെ മാറ്റിവെച്ചു, GD മാറ്റിവെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് തനിപ്പം കഴിഞ്ഞപ്പം ഇദ്ദേഹം അകത്തുനിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് വരാമോ? ഞാൻ പറഞ്ഞു, വരാം. ഞാൻ ഈ കസേരയിൽ ഇരിക്കട്ടെ? ഞാൻ പറഞ്ഞു, സാർ ഇരിക്കുക. ഒരു ചായ വരുത്തട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം, അത് നമുക്കറിയാം, മെഡിക്കൽ കോളേജ് പരിസരത്തെല്ലാം അദ്ദേഹത്തിന് എല്ലാ കടക്കാരും പരിചയമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും കൂടെ ഉണ്ട്. ചായ വരുത്തിയാൽ സാറ് കുടിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ കുടിക്കും, കാരണം സുകുമാരൻ നായർ പറഞ്ഞു ആരാണ് ഈ മഹാനെന്ന് പറഞ്ഞല്ലോ. നമ്മൾ വിവരമില്ലാതെ കാണിച്ച ഒരു പ്രവൃത്തിയാണ് എന്നെനിക്ക് അപ്പോൾ തോന്നി. എന്തായാലും ചായ വന്നു. പോലീസ് സ്റ്റേഷനിലുള്ളവർ എല്ലാവരും നല്ല ചൂട് ചായ കഴിച്ചു. അത് കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവൻ വന്ന് അവനെ അടിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വികാരാധീനനായി ഇവിടെ വന്നത്. ഏതായാലും സാറിനെ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ എടാന്ന് വിളിക്കാനും പാടില്ലായിരുന്നു എനിക്ക് തോന്നി. നമുക്കിത് ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. ഞാൻ വക്കീലാണ്, തിരുവനന്തപുരം ബാറിൽ അറിയപ്പെടുന്ന വക്കീലാണ്. നമുക്ക് ഇതിവിടെ വെച്ചങ്ങ് തീർക്കാം, ആരും അറിയണ്ട, ഈ പ്രശ്നം തീർന്നിരിക്കുന്നു. എന്ത് പറയുന്നു എന്ന് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കേസെടുക്കില്ല, തീർത്ത് കളയാം. അതായത് എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തന്ന് ആ കാറിൽ മടങ്ങിപ്പോയി. പക്ഷേ മധുവിൻ്റെ അച്ഛനാണെന്ന് എനിക്കറിയില്ല, ഇദ്ദേഹം മേയറാണെന്ന് എനിക്കറിഞ്ഞില്ല. ഒരാൾ പോലീസ് സ്റ്റേഷനിൽ കയറി എടാന്ന് കയറി വിളിച്ചപ്പം ഞാൻ പ്രതികരിച്ചു എന്നതിലപ്പുറത്തേക്കൊന്നും ചിന്തിക്കാനും പറ്റിയില്ല. ഏതായാലും പിന്നീട് എന്നെ വിളിച്ചു. വളരെ അന്തസ്സുള്ള മാന്യനായ വ്യക്തിയാണ്. എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് നല്ല ചുണയനാണ്. അങ്ങനെ ഒരാളാണ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടത്, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ. അന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ധാരാളം പോലീസുകാരുണ്ട്. കാരണം തിരുവനന്തപുരം നഗരത്തിലെ തിരുവനന്തപുരം റൂറൽ നഗരത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ എവിടെ എങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുവന്ന് അവിടെ വെച്ച് അവർ മരണമടഞ്ഞാൽ ആ കേസെടുത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ട ചുമതല മെഡിക്കൽ കോളേജിലെ സബ് ഇൻസ്പെക്ടറായിരുന്നു. 100 കണക്കിന് കേസ് ചില ദിവസം എടുക്കും. അപ്പോൾ ധാരാളം ആൾക്കാർ, സ്റ്റാഫുണ്ട്. അത്രയും വലിയ ഹെവി സ്റ്റേഷനാണ്. പക്ഷേ പിന്നെ അതെല്ലാം അങ്ങ് മാറി. അതാത് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പം കേസെടുക്കുന്നത്. പണ്ട് വെട്ടും കുട്ടും അനുഭവിച്ചവരൊക്കെ നേരെ മെഡിക്കൽ കോളേജ് വരുമ്പം ഇൻറ്റിമേഷൻ വരും. പെട്ടെന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ബന്ധുവിൻ്റെ മൊഴി വാങ്ങിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു അവിടെ തന്നെ. പിന്നീട് ആ കേസ് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു ആ കാലത്ത്. എന്തായാലും അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അന്ന് തിരുവനന്തപുരം നഗരത്തിലെ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു ഭുവനേന്ദ്രൻ നായർ. വളരെ പ്രശസ്തനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു തിരുവനന്തപുരത്തെ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സബ് ഇൻസ്പെക്ടറായിരിക്കുമ്പം അദ്ദേഹത്തിനെ കണ്ട എല്ലാവരും വിറയ്ക്കും, പേടിക്കും. നല്ല കൊമ്പം മീശയൊക്കെ വെച്ച് എല്ലാവരും അംഗീകരിക്കുന്ന നല്ല ഉയരമുള്ള നല്ല തൻ്റെടിയായ ഭുവനേന്ദ്രൻ നായർ. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പം
ഞാൻ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ല. രാവിലെ 6 മണിക്ക് വരും എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ. 6 മണിക്ക് GD ഓപ്പൺ ചെയ്യണം SI വന്നിട്ട്. പോലീസ് സ്റ്റേഷനിൽ അറിയാം ഇന്നും അങ്ങനെ തന്നെ. ഒരു ദിവസം ആരംഭിക്കുന്നത് വെളുപ്പിനെ 6 മണി മുതൽ അടുത്ത ദിവസം 6 മണി വരെയാണ് ഒരു ദിവസം. ഇന്നിപ്പം 26 ആണെന്നുണ്ടെങ്കിൽ 26 ദിവസം തുടങ്ങുന്ന രാവിലെ 6 മണിക്ക് അത് അവസാനിക്കുന്ന അടുത്ത ദിവസം 6 മണി വരെ. അതാണ് പോലീസിൻ്റെ ഒരു ദിവസം. ഇന്ത്യയിലും അങ്ങനെ, എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ, കേരളത്തിലും അങ്ങനെ. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ 6 മണി ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലെത്തി. GD ഒക്കെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങുന്നു. ഒരു ജീപ്പ് വന്ന് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ റോഡിൽ വന്ന് നിന്ന് ഞാൻ ജനലിൽ നോക്കിയപ്പം പൂനേന്ദ്രൻ നായർ ഒരു കെയിനൊക്കെ ഇങ്ങനെ ചുരുട്ടി യൂണിഫോമിൽ ഇറങ്ങി വരികയാണ്. ഞാൻ വിചാരിച്ച എന്തോ പ്രശ്നമുണ്ടല്ലോ. അല്ല, അദ്ദേഹം വന്നു. അദ്ദേഹം അവിടെ വന്നിട്ട് സെൻട്രി സല്യൂട്ട് കൊടുത്തു. അതിനുശേഷം എൻ്റെ മുറി കയറി ഞാൻ അദ്ദേഹത്തിനെ സല്യൂട്ട് ചെയ്തു, മാറി നിന്നു. അപ്പോൾ എൻ്റെ മുഖത്തോട്ട് നോക്കി, നീ നായന്മാരെ അടിക്കാറായോടാ? അപ്പം ഞാൻ ഞെട്ടി. അതിനുശേഷം ഒരു ചിരി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആരും അറിഞ്ഞില്ല എന്ന് കരുതിയേ മധുവിൻ്റെ പിതാവിനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിയ വിവരം ഇദ്ദേഹം അറിഞ്ഞിരിക്കുന്നു. 2 ആഴ്ച സമയം കഴിഞ്ഞുകൊണ്ടാണ് അറിഞ്ഞത്. ആ ചോദ്യമാണ്, നീ നായന്മാരെ അടിക്കാറായോടാ? അദ്ദേഹം നായരാണ്, മധുവിൻ്റെ പിതാവും നായരാണ്. ഞാനത് രസിച്ചു. അതിനുശേഷം ഉടനെ അദ്ദേഹം ചിരിക്കുകയും ചെയ്തു. നീ മിടുക്കനാണ്, നീ അത് ഒത്തീർപ്പാക്കി വിട്ട്, ഞാൻ അറിയത്തില്ലെന്നാണ് നീ വിചാരിച്ചേ. അപ്പോൾ അദ്ദേഹം സുകുമാരൻ നായരെ അടുത്ത് പറഞ്ഞു, മധുവിൻ്റെ അച്ഛൻ നല്ല അഭിപ്രായം എന്നെപ്പറ്റി പറഞ്ഞു. നല്ല ചുണയുള്ളവനാണ്, അവൻ തൻ്റെടിയാണ്, ഇങ്ങനെയുള്ളവരെ നമുക്ക് വേണം. അവനെ അഭിനന്ദിച്ച് സംസാരിച്ചെന്ന് പൂനേന്ദ്രൻ നായരെടുത്ത്